അവനിപ്പോ ഈ കുടുംബത്തിലൊരു അംഗമാണ്, അച്ഛന്റെ ഉണ്ണികൃഷ്ണനല്ല. അതെങ്ങനെയാണോ അവൻ എന്റെ മോനല്ലാണ്ടാകണേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശികളുണ്ടെങ്കിലേ അതാരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. പ്രശ്നം ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ടല്ല പോകുന്ന. ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ട് പോകും. എന്നാ ചെല്ല്, ചെന്ന് ചോദിക്ക്. ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ, അവനെ കൊലക്ക് കൊടുത്ത് ഇറങ്ങി. ചെല്ല്, ചെന്ന് ചോദിക്ക്. നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ. അവൻ മരിച്ചെന്ന് കരുതിക്കോ. അയാള് പറഞ്ഞ സത്യമാണോ? നമ്മുടെ ഉണ്ണി മരിച്ചവര് തിരിച്ചു വരില്ല. വരുമെന്ന് കരുതി നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢിയാരാന്നറിയോ? നീയാ. നീ അവൻ നിന്നെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ. എന്തൊക്കെയാ പറയണത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല. ഇറങ്ങണം. അപ്പോ താനവനെ കണ്ടല്ലേ? താൻ വിളിച്ചിട്ട് തന്റെ മോൻ വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്ത് കാട്ടി കൊടുത്തോണം. അല്ലെങ്കിൽ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാനിവിടെ. അതും നാം കാണും. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ണി, മോനെ. ഞാൻ വന്നല്ലോ, എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ. ഓർക്കണം, ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് പൊറുക്കണം. ഒന്നും പറയണ്ട. നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ, വീട്ടിൽ വാ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്രയും നേരം കൂടെ ആയുസ് കിട്ടുന്ന രണ്ടുപേരുണ്ട്. വാ. മോളെ സുജേ, മോളിത് ആരാന്ന് നോക്കിയേ. നിന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് മാത്ര ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മോളിങ്ങി വന്നേ. ഇനി മോള് കരയണ്ട. ദേ നിന്റെ ചെറുക്കൻ, ഇവനിനി നിന്റെയാ. മോനെ, ഇനി എന്റെ പൊന്നുമോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരുന്നൂടാ. നീ ഈ സിന്ദൂരം അവളുടെ നെറുകെ തൊടുവിക്ക്. നാളെ എന്റെ വിവാഹമാണ്.
മനഃപൂർവ്വമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്നെ അവിടെ വിട്ടിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെയാ. മോനെ, ഇവള് നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പൊറുക്കില്ലടാ. നിന്റെ അച്ഛനെ അമ്മയെ പാവം പെങ്കുച്ചിനെ ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ണി നീ വീട്ടാൻ പോണേ? എന്തൊക്കെയാ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ? സുജി, ഞാൻ ബുദ്ധിമുട്ടാച്ച വേണ്ടാട്ടോ. ഞാനിങ്ങനെ വെറുതെ ഉണ്ണി, നിനക്ക് എന്താ വേണ്ടെച്ചാ ചോദിച്ചോ. എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റുപെറുക്കാം. തെരുവിലിറങ്ങി പിച്ചെടുക്കേണ്ടി വന്നാലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എന്റെ മോളെ വിട്ടു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അവനെവിടെ? ഉണ്ണി, നിന്നോട് പറയാതെ അവനെവിടെ പോവില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരുത്തരുത്. എന്തായാലും അങ്ങോട്ട് ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കണ്ട, വണ്ടിയിലോട്ട് കയറി. നീ കേറ്. കേരള. ഇവിടെ കേറാനല്ല എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ. ഇവിടെ കേറ്. ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട. ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ലെന്ന്. ഇനി അതും ലംഘിക്കോ നീ? അവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ ഞാൻ കാരണം പൂജ ഒരിക്കലും വേദനിക്കില്ല.